ഈ മാലിന്യമുക്തം എന്ന പേരിൽ വലിയൊരു തമാശ മലപ്പുറത്ത് നടന്നിരിക്കുകയാണ്. എന്നുവെച്ചാൽ മലപ്പുറത്തെ അതിനായി ഉപയോഗിച്ചിരിക്കുകയാണ് എന്നാണ് സത്യം. ഒരു നാട്ടിലെ മാലിന്യമെല്ലാം ശേഖരിച്ച് മറ്റൊരു നാട്ടിൽ കൊണ്ടു തള്ളിയാൽ നാട് മാലിന്യമുക്തമാകുമോ? കോഴിക്കോട്ടെ മാലിന്യങ്ങൾ മലപ്പുറത്തും മലപ്പുറത്തേത് കോഴിക്കോട്ടും കൊണ്ടു തള്ളിയാൽ എങ്ങനെയിരിക്കും? എന്നാൽ ഇതുപോലൊരു സംഭവം നടന്നിരിക്കുകയാണ്. കോഴിക്കോട്ടെയും കോട്ടയത്തെയും മാലിന്യങ്ങളാണ് മലപ്പുറത്ത് കൊണ്ടു തള്ളി ഇരിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന വാർത്തയും ദൃശ്യങ്ങളും നമ്മൾ പുറത്തുവിടുകയാണ്. മലപ്പുറത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ മിനി ഊട്ടിയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ അഴക് എന്ന പേരിൽ കോഴിക്കോട്ട് നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ കോട്ടയത്തെ ഈരാറ്റുപേട്ട നഗരസഭ ശേഖരിച്ച മാലിന്യങ്ങളുമെല്ലാം അവിടെ നിന്നൊക്കെ ശേഖരിച്ചുകൊണ്ട് മലപ്പുറത്തെ മിനി ഊട്ടിയിലെ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് കൊണ്ട് തള്ളിയിരിക്കുന്നത്. മലപ്പുറത്തെ മിനി ഊട്ടി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ധാരാളം ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ്. ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി പ്രദേശങ്ങളിലാണ് കോഴിക്കോട്ടെയും ഈരാറ്റുപേട്ട നഗരസഭയിലെയും ഒക്കെ മാലിന്യങ്ങൾ ലോഡ് കണക്കിന് കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത്. അതിൻ്റെ വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിൻ്റെ വിവരങ്ങളും അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളുമാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കാനിരിക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അർദ്ധരാത്രിയിൽ ലോറികളിൽ മാലിന്യങ്ങൾ കൊണ്ടുവരികയാണ്. മിനി ഊട്ടിയിലെ മാലിന്യത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഈരാറ്റുപേട്ട നഗരസഭയുടെ മാലിന്യമാണ്. ഈരാറ്റുപേട്ട നഗരസഭയുടെ മാലിന്യ ശേഖരണം 2023 മുതൽ നടത്തുന്നത് തിരുവോണം എന്ന സർക്കാർ അംഗീകൃത ഏജൻസിയാണ്. ഹരിതകർമ്മസേനയിൽ നിന്നും ശേഖരിച്ച മാലിന്യവുമായി KL 41S 7608 എന്ന വാഹനം ഇക്കഴിഞ്ഞ 14-ാം തീയതി ഉച്ചയ്ക്ക് 3:49 അവിടെ നിന്നും പുറപ്പെടുകയാണ്. തൊട്ടടുത്ത ദിവസം ഏതാണ്ട് അതേ സമയത്ത് KL 10AZ 9241 എന്ന നമ്പറിലുള്ള വാഹനവും പ്ലാസ്റ്റിക് മാലിന്യവുമായി പുറപ്പെടുകയാണ്. തലയോലപ്പറമ്പിലേക്കാണ് പുറപ്പെട്ടത് എന്നാണ് ഇത് ഏറ്റെടുത്ത തിരുവോണം ഏജൻസി അവകാശപ്പെടുന്നത്. മിനി ഊട്ടിയിൽ മാലിന്യം കാണപ്പെടുന്നത് 3 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച. അതുവരെ മാലിന്യം എവിടെയായിരുന്നു വെച്ചിരുന്നത് എന്നും ഏത് വാഹനത്തിലാണ് മിനി ഊട്ടിയിലേക്ക് ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതും അറിയേണ്ടതുണ്ട്. മിനി ഊട്ടിയിലെത്താൻ ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള കൈവഴികളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും അറവങ്കര മൈലാടി മിനി ഊട്ടി റോഡിൽ ചിലയിടങ്ങളിലെല്ലാം വീണുകിടക്കുന്ന മാലിന്യ ചാക്കുകൾ വഴി ഏത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. മിനി ഊട്ടിയിലെ കരിങ്കൽ ക്വാറികളിൽ നിന്നും ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് സ്ഥിരമായി കരിങ്കല്ലുമായി ലോറികൾ പോവാറുണ്ടെന്നും അവ തിരിച്ചു വരുമ്പോൾ മാലിന്യം തിരികെ കൊണ്ടുവന്ന് തള്ളിയതാവാം എന്നുള്ള ഒരു പ്രബലമായ സംശയം നാട്ടുകാർക്കിടയിലുണ്ട്. തൊട്ടപ്പുറത്ത് ഊരകം പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശത്തും സമാന രീതിയിൽ മാലിന്യം തള്ളിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മാലിന്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചൊവ്വാഴ്ച വീണ്ടും മാലിന്യം തള്ളിയതോടെ മുറയൂർ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഈരാറ്റുപേട്ടയിലെയും കോഴിക്കോട് കോർപ്പറേഷനിലെയും ടെക്സ്റ്റൈൽസുകൾ, ജ്വല്ലറികൾ എന്നിവയുടെ കവറുകൾ, ഫ്ലിപ്കാർട്ട് പാർസൽ കവറുകൾ തുടങ്ങിയവ കണ്ടെടുക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഹരിതകർമ്മസേന ഉപയോഗിക്കുന്ന അഴക് എന്ന് രേഖപ്പെടുത്തിയ കവറുകളും ധാരാളമായി ഇക്കൂട്ടത്തിലുണ്ട്. മിനി ഊട്ടിയിൽ ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളിയതിൽ ശ്രദ്ധേയമായി നാട്ടുകാരുടെ ഇടപെടലാണ്. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിലാണ് നാട്ടുകാരുടെ ജാഗ്രതയുണ്ടാകുന്നത്. മൊറയൂർ, ഊരകം, പൂക്കോട്ടൂർ, കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തുകളും കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുമായി അതിർത്തി പങ്കിടുന്ന അരിമ്പ്രമലയിലെ 2 ഇടങ്ങളിലായാണ് തിങ്കളാഴ്ച രാവിലെ വലിയ തോതിൽ മാലിന്യം തള്ളിയതായി ശ്രദ്ധയിൽപ്പെടുന്നത്. അതേസമയം മറ്റ് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും മാലിന്യങ്ങൾ തള്ളിയതായി പിന്നീട് വന്ന തിരച്ചിലിൽ നാട്ടുകാർക്ക് ബോധ്യമായി. അറവങ്കര മിനി ഊട്ടി റോഡിൽ വലിയ കവറുകളിലും ചാക്കുകളിലുമായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. അവ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അതിൽ മിക്കതും ഈരാറ്റുപേട്ടയിലെയും കോഴിക്കോട്ടെയും കടകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെയാണ് എന്ന് കണ്ടെത്തുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമൽ, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ മുണ്ടോടൻ, വാർഡ് മെമ്പർ AK നവാസ്, പഞ്ചായത്ത് സെക്രട്ടറി PS സൽമ ബീബി, ഹെൽത്ത് ഇൻസ്പെക്ടർ PR നിൻസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദറുമായി വൈസ് പ്രസിഡന്റ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ 14-15 തീയതികളിലായി അജൈവ മാലിന്യം ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന വിവരം നൽകുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും 3 ഏജൻസികൾ മാലിന്യം ശേഖരിക്കുന്നുണ്ട് എന്ന് JHI ബൈജുവും സാക്ഷ്യപ്പെടുത്തുന്നു.
പഞ്ചായത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ ഉൾക്കൊള്ളിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി മലപ്പുറം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർക്കും കൈമാറിയിട്ടുണ്ട്. കുറ്റക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കൊണ്ടോട്ടി പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ള അരിമ്പ്ര ഊരകം മലനിരകൾ പ്രകൃതി സൗന്ദര്യ കേന്ദ്രമാണ്. നിരവധി ക്വാറികൾ മലമുകളിൽ നിലവിലുണ്ട്. ഇതിനു പുറമെ ജനവാസ കേന്ദ്രങ്ങളിൽ പ്രയാസം സൃഷ്ടിക്കുന്ന വിധം വൻകിട ക്രഷർ ക്വാറികൾ തുടങ്ങുവാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ നേരത്തെ തന്നെ സംഘടിത സമരവും നടത്തി വരുന്നുണ്ട്. അരിമ്പ്രമല സംരക്ഷണ സമിതി രൂപീകരിച്ചു നടത്തിയ ജനകീയ സമരങ്ങളും ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉൾപ്പെട്ട നിയമ നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ പ്രകൃതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന നീക്കത്തിനെതിരെയുള്ള ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടക്കുന്നതിനിടെയാണ് പരിസ്ഥിതി മലിനീകരണവുമായി അരിമ്പ്രയിൽ മാലിന്യം തള്ളുന്ന സംഭവമുണ്ടായത്. പ്രകൃതി ആസ്വദിക്കാനായി നൂറുകണക്കിന് ആളുകൾ ദിനേന കയറിയിറങ്ങുന്ന ഇവിടെ സാമൂഹ്യദ്രോഹ നടപടികൾക്കെതിരെ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാത്രിയിലും പകലിലുമായി നൂറുകണക്കിന് പേരെത്തുന്ന ഇവിടുത്തെ റോഡുകൾ ശോചനീയാവസ്ഥ പരിഹരിച്ചും നേരം ഇരുട്ടിയാൽ ആവശ്യമായ വെളിച്ചമില്ലാത്തതിന് പരിഹാരമായി വൈദ്യുതി എല്ലാ ഭാഗങ്ങളിൽ എത്തിച്ചും ഈ പ്രകൃതി സൗന്ദര്യ പ്രദേശത്തെ സാമൂഹ്യദ്രോഹ നടപടികളിൽ നിന്ന് മോചിപ്പിക്കാൻ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ വേണമെന്നാണ് നാട്ടുകാരും സന്ദർശകരും ആവശ്യപ്പെടുന്നത്. അതേസമയം മാലിന്യം തള്ളിയത് തെളിഞ്ഞാൽ ഏജൻസിയുടെ കരാറും ലൈസൻസും റദ്ദാക്കുമെന്നാണ് ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ വ്യക്തമാക്കുന്നത്. കുറ്റക്കാരെ കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യമാണ് മനസ്സിലാകുന്നത്, ഇവിടെ കുറ്റക്കാർ നഗരസഭയോ കോർപ്പറേഷനോ ആണോ, അതല്ല ഈ കരാർ ഏറ്റെടുത്ത കമ്പനികളാണോ? ഇനി കരാർ ഏറ്റെടുത്ത കമ്പനി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രദേശ ക്വാറികളിൽ നിന്നുമൊക്കെ ലോഡുമായി ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്ന നിരവധി വാഹനങ്ങൾ അവർ തിരിച്ച് കാലി ലോഡുകളുമായി അല്ലെങ്കിൽ ലോഡ് ഇല്ലാതെ വരേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിനായി ആ പണത്തോടുള്ള ആർത്തി കൊണ്ട് സ്വന്തം നാടിനെ, സ്വന്തം ജോലി ചെയ്യുന്ന ഭൂപ്രദേശത്തെ മലിനമാക്കാൻ തയ്യാറെടുക്കുന്ന ചില ലോറി ഡ്രൈവർമാരാണോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. എല്ലാ ലോറി ഡ്രൈവർമാരെയും നമ്മൾ കുറ്റം പറയുന്നില്ല. അങ്ങനെ ആണെങ്കിൽ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. നാട്ടുകാരുടെ സംശയം ആ തരത്തിലാണ് ബലപ്പെടുന്നത്. അതുകൊണ്ട് മാത്രം അത് സൂചിപ്പിക്കുന്നു. അത് കണ്ടെത്തുകയാണെങ്കിൽ അത് വളരെ തെറ്റാണ്, മോശമാണ് എന്ന കാര്യം ഇവർ മനസ്സിലാക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥകൾ, കുറ്റവാളികൾ എല്ലാം രംഗത്ത് വരേണ്ടതുണ്ട്, പുറത്തു വരേണ്ടതുണ്ട്. അതുവരെ നമുക്ക് കാത്തിരിക്കാം.